എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് പഠിച്ച് നിർത്തിയതിൻ്റെ BNSൻ്റെ ബാക്കി ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സെഷനായിട്ട് പഠിച്ച് തീർത്ത് പിന്നെ റിവിഷൻ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുമിച്ച് ഒരുപാട് സെഷൻസ് പഠിച്ചാൽ ഒരിക്കലും മനസ്സിൽ ഓർമ്മയിരിക്കത്തില്ല. അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, ആത്മഹത്യയെക്കുറിച്ചുള്ള സെക്ഷൻസാണ്. അതിൽ ഒന്നാമത്തത് 107ാമത്തെ വകുപ്പാണ് കേട്ടോ. 107ാമത്തെ വകുപ്പ്. അതിൽ പറയുന്ന കാര്യം ആദ്യം നമുക്ക് നോക്കാം. ഏതെങ്കിലും കുട്ടി, ചിത്തഭ്രമമുള്ള വ്യക്തി, ഡെലീറിയം ഉള്ള വ്യക്തി, ലഹരി പിടിച്ച അവസ്ഥയിലുള്ള വ്യക്തി, ഇവരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ, അതായത് കുഴപ്പം പിടിച്ച ബുദ്ധിസ്ഥിരതയ്ക്ക് വളർച്ചയില്ലാത്തതോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച കേസിലോ ഇവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ഇപ്പം 107 എന്ന് പറയുന്ന കുഴപ്പം പിടിച്ച കേസാണ്. അതായത് ഇതിൽ പറയുന്നത് ഒരു കുട്ടി, അതായത് മാനസിക വളർച്ച എത്താത്ത ആൾക്കാരെയാണ് കുട്ടി എന്ന ഗണത്തിൽ നമ്മൾ പറയുന്നത്. അതായത് അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചിത്തഭ്രമമുള്ള ആൾ, അയാൾക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റൂല. ഡെലീറിയം ഉള്ള വ്യക്തി, പിന്നെ ലഹരി പിടിച്ച അവസ്ഥയിലുള്ള വ്യക്തി, ഇവരെയൊക്കെ ഒരു ആത്മഹത്യാ ഭീഷണി ഒരു അവസ്ഥയിലേക്ക് തള്ളി നിൽക്കുന്ന ഏതൊരാളും കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് 107ലാണ്. 107. അപ്പം അതും പ്രകാരം വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അതുമല്ലെങ്കിൽ 10 വർഷം കവിയാത്ത തടവ്, പിഴ, ഇത് രണ്ടുമാണ് അതിൻ്റെ ശിക്ഷ. 3മാണ് ശിക്ഷ. അപ്പോൾ ഈ വയ്യാത്ത ആൾക്കാർ, പ്രശ്നബാധിതരായ ഉള്ള അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ ആത്മഹത്യയുടെ വഴിയിലേക്ക് എത്തുന്നവർക്ക്, അതിലേക്ക് എത്തിക്കുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാം. അതിന് തൊട്ട് താഴെ ജീവപര്യന്തമാണ്. അതിൻ്റെ താഴെ പറയുകയാണെങ്കിൽ 10 വർഷം. വലിയ ക്രിട്ടിക്കൽ കേസാണ് ഇതിപ്പോൾ. നമുക്ക് പഠിക്കണമെങ്കിൽ 107 10 ആലോചിച്ചാൽ ആ 10 കിട്ടും. പിന്നെ ജീവപര്യന്തം, മരണശിക്ഷ, രണ്ടും കണക്ട് ചെയ്യാം. ഇനി 108 പഠിക്കുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരണ നൽകുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ആത്മഹത്യക്ക് കാരണമാകുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് 108 8ൻ്റെ പണി. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും എന്ന് പഠിച്ചു കഴിഞ്ഞാൽ 10 വർഷം 108 എന്നുള്ളത് പഠിക്കും. അതോടൊപ്പം 10 കണക്ട് ചെയ്ത് നമുക്ക് 10 വർഷമാകാവുന്ന തടവും പിഴയും എന്നുള്ള കേസും പഠിക്കാം. അടുത്തത് 109 അറ്റംപ്റ്റ് ടു മർഡർ. മർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകം അല്ലേ. കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് 109 പറയുന്നു. 109 എന്ന് തിരിച്ചിട്ടേ അല്ലേ, കഴുത്തിൽ കുരുക്കുന്ന കേസാണ് അല്ലേ. അതായത് ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് തൂക്കിക്കൊല്ലുക എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പം അറ്റംപ്റ്റ് ടു മർഡർ, തൂക്കിക്കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ വേണ്ട, ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി കഴുത്തിൽ കുരുക്കിടില്ലേ, അത് ഈ 6 ഈ 9 വെച്ച് കണക്ട് ചെയ്യുക. ഇങ്ങനെ BC കുരുക്കിടുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് 109 പറയുന്നു. 10 വർഷം, ഈ 10 വെച്ച് കണക്ട് ചെയ്യാം. 10 വർഷം ആകാവുന്ന തടവും പിഴയുമാണ്. കൊലപാതക ശ്രമത്തിനിടയിൽ ഏതെങ്കിലും വ്യക്തിക്ക് ദേഹോപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷത്തോളം ആകാവുന്ന പിഴയും ലഭിക്കും. അപ്പോൾ ഈ ശ്രമത്തിനുള്ള ശിക്ഷയാണ് 10 വർഷം. അതിനോടൊപ്പം ദേഹോപദ്രവം കൂടി വന്നാൽ അത് 109 പറയുന്നു ജീവപര്യന്തം വരെ ലഭിക്കാം, ഇല്ലെങ്കിൽ 10 വർഷം തടവും പിഴയും. ഇത്തരം കുറ്റകൃത്യം ജീവപര്യന്തം തടവിലേക്ക് എത്തിക്കുന്ന വ്യക്തി ചെയ്യുകയും ദേഹോപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ കുറ്റകൃത്യം ചെയ്യുന്നതിലൂടെ ജീവപര്യന്തം തടവിൽ ഇരിക്കുന്ന വ്യക്തി ചെയ്യുകയാണെങ്കിൽ, ആ ഒരു തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ഈ ഒരു പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ വധശിക്ഷ തന്നെ ലഭിക്കും. ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ, അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവ് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ജീവപര്യന്തം തന്നെയാണ്. ഒരു ഉദാഹരണ സിറ്റുവേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിയെ അതിൻ്റെ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വിജന സ്ഥലത്തേക്ക് അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോകുന്നു. കുട്ടിയുടെ മരണം സംഭവിക്കുന്നില്ല, എങ്കിലും വകുപ്പിൽ നിർവഹിച്ചിട്ടുള്ള കുറ്റം ചെയ്തിരിക്കുന്നു. വിഷം കൊടുത്ത് ഇസഡിനെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി വിഷം വാങ്ങുകയും അത് ഭക്ഷണത്തെ കലർത്തുകയും ചെയ്യുന്നു. ഇത്രയും വകുപ്പിൽ നിർവഹിച്ചിട്ടുള്ള കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ ആ ഭക്ഷണം ഇസഡിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഇസഡിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് ഇസഡിൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിക്കുകയോ ചെയ്യുന്നു. ഇത് പ്രകാരം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കും. അതായത് ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശ്രമം ആണ് അത്. 110 110 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും.
പെടും. അതായത് കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെക്കുറിച്ച് 110 പറയുന്നു. 101-ലും 105-ലും കുറ്റകരമായ നരഹത്യയുടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 110-ലും പറയുന്നുണ്ട് 3 വർഷത്തോളം ആകാവുന്ന ശിക്ഷ പ്ലസ് പിഴയാണ് ലഭിക്കുന്നത്. ഇത്തരം പ്രവൃത്തി മൂലം, അതായത് കുറ്റകരമായ നരഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന, മറ്റേത് കുറ്റകരമായ നരഹത്യയാണ്, ഇവിടെ ശ്രമമാണ് പറയുന്നത്. ഇത് ഈ പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിനോടൊപ്പം ദേഹോപദ്രവം കൂടി വന്നു കഴിഞ്ഞാൽ 7 വർഷം തടവും പിഴയും ലഭിക്കാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കൈത്തോക്ക് കൊണ്ട് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്മേൽ ഇസഡിന് നേരെ വെടിവെക്കുന്നു. അയാളുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയ്ക്ക് അപരാധിയാകുന്ന പരിതസ്ഥിതിക്ക് വകുപ്പിൽ നിർവഹിച്ചിട്ടുള്ള കുറ്റം ചെയ്തിരിക്കുന്നു. അതായത് എന്താണ്, അത് അങ്ങനെ കുറ്റകരമായ നരഹത്യയാവാൻ കാര്യം പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൻ്റെ പേരിലുണ്ടായ കാര്യമായതുകൊണ്ടാണ്. 111ാമത്തെ ശിക്ഷ നമുക്ക് പഠിക്കാം. 1111 എന്തെങ്കിലും ഒരു കണക്റ്റഡ് ഫാക്ട് അതിലുണ്ടാവും. ഓർഗനൈസ് എ ക്രൈം, അതായത് ഏതെങ്കിലും വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടമോ ഒരു സംഘടിത കുറ്റകൃത്യം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ പേരിലോ ആക്രമണ ഭീഷണി, ഭയപ്പെടുത്തൽ, ബലപ്രയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമവിരുദ്ധ മാർഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് സാമ്പത്തിക ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് തുറന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തന സംഘടിത കുറ്റകൃത്യം എന്നറിയപ്പെടുന്നു. അപ്പോൾ സംഘടിത കുറ്റകൃത്യം എന്ന് പറയുന്ന ഈ 111 പറയുന്നത് ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുക, ആവിഷ്കരിക്കുക, അതിനുവേണ്ടി പദ്ധതി കൂടുക എന്നതൊക്കെയാണ്. സംഘടിത കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ആൾമോഷണം, കിഡ്നാപ്പിംഗ്, കവർച്ച, വാഹനമോഷണം, ഇതൊക്കെ ഒന്നിക്കുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണം, ഭൂമി തട്ടിയെടുക്കൽ, കരാർ കൊലപാതകങ്ങൾ, അത് നമുക്ക് വേണമെങ്കിൽ പണി സിനിമ ആലോചിച്ചാൽ അത് കണക്ട് ചെയ്യാം. സാമ്പത്തിക കുറ്റകൃത്യം, സൈബർ കുറ്റകൃത്യം, ആൾവാണിഭം, മയക്കുമരുന്ന്, ആയുധങ്ങളോ അല്ലെങ്കിൽ അനധികൃത വസ്തുക്കളുടെ സേവനങ്ങളോ, വേശ്യാവൃത്തി, മോചനദ്രവ്യത്തിന് വേണ്ടിയുള്ള ആൾവാണിഭം. 111 വരെ വെച്ച് ഈ ക്ലാസ് നിർത്തിയാണ്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. സംഘടിത കുറ്റകൃത്യങ്ങളുടെ സിൻഡിക്കേറ്റിനെ കുറിച്ച്, ഒരു സിൻഡിക്കേറ്റോ സംഘമോ ആയി തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 2ഓ അതിലധികമോ വ്യക്തികളുടെ കൂട്ടമാണ് ഈ സിൻഡിക്കേറ്റ്. സംഘടിത കുറ്റകൃത്യങ്ങളുടെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനം ഏതെങ്കിലും വ്യക്തിയാൽ ഒറ്റയ്ക്കോ കൂട്ടമായോ സിൻഡിക്കേറ്റിൻ്റെ അംഗമെന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അത്തരം സിൻഡിക്കേറ്റിൻ്റെ പേരിലോ. പുഷ്പ സിനിമ ആലോചിച്ച സിൻഡിക്കേറ്റ് കണക്ട് ചെയ്യാം. നിയമപ്രകാരം നിരോധിക്കപ്പെട്ട 3 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷയ്ക്ക് ലഭിക്കാവുന്നതുമായ കുറ്റകൃത്യം ചെയ്തതിന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു കോടതി മുമ്പാകെ ഒന്നിലധികം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതും കോടതി നടപടി എടുത്തതുമായ കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ സാമ്പത്തിക എക്കണോമിക് ഒഫൻസിനെ കുറിച്ച് പഠിക്കണം. കുറ്റകരമായ വിശ്വാസലംഘനം, വ്യാജ നിർമ്മാണം, ഫോർജറി, കറൻസി നോട്ടുകൾ, ബാങ്ക് നോട്ടുകൾ, സർക്കാർ നോട്ടുകൾ എന്നിവയുടെ വ്യാജ നിർമ്മാണം, ഹവാല ഇടപാടൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. വൻതോതിലുള്ള വിപണന തട്ടിപ്പ്, നിരവധി ആളുകളെ വഞ്ചിക്കൽ, ഇത് ഏതെങ്കിലും പദ്ധതി നടത്തുകയാൽ ഈ സെക്ഷനിൽ വരും. ഏതെങ്കിലും ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തെയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയോ സംഘടനകളോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ വഞ്ചിക്കുന്നതും ഇതിൽ വരും. അപ്പോൾ ഇതിൽ ഉപവകുപ്പുണ്ട്, നമുക്കത് പഠിക്കണം. 111-2 സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഫലമായി ഏതെങ്കിലും വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ ഈ 111-2 വരും. വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം, അതുമല്ലെങ്കിൽ അതോടൊപ്പം 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. മരണമല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണെങ്കിൽ 5 വർഷം കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ 5 വർഷം എന്ന് പറയുന്നതിന് കണക്ട് ചെയ്ത് 5 ലക്ഷം രൂപയും കൂടെ പിഴ ശിക്ഷയും കൂടെ പഠിച്ചോണം. 111-3 സംഘടിത കുറ്റകൃത്യം പ്രേരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ അതിനുവേണ്ടി സൗകര്യമൊരുക്കുകയോ തയ്യാറെടുക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പിൽ വരും. അതും 5 വർഷം കുറയാത്തതും ജീവപര്യന്തമാകാത്തതും ആകാവുന്നതും 5 വർഷം 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. 111-4 സംഘടിത കുറ്റകൃത്യം സിൻഡിക്കേറ്റിൻ്റെ അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഈ അംഗമായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ 111-4 ഞാൻ പറഞ്ഞ സിൻഡിക്കേറ്റ് പുഷ്പ സിനിമ കണ്ടിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും. 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തമാകാത്തതും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. 111-5 സംഘടിത കുറ്റകൃത്യം നടത്തിയ വ്യക്തിയെ ബോധപൂർവം ഒളിച്ചു വയ്ക്കുകയോ അയാൾക്ക് അഭയം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ 111-5 വരും. അയാളെ സേഫ് ആക്കിയാൽ F5 കണക്ട് ചെയ്യും. F5 കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ 3 വർഷത്തോളം കുറയാത്തതും 3 കേട്ടോ അവിടെ കണക്റ്റഡ് ഫാക്റ്റ്. അതേപോലെ ജീവപര്യന്തം വരെ ആകാവുന്ന തടവും ശിക്ഷയും. പിഴ ശിക്ഷ 5 ലക്ഷം രൂപയാണ്, 5 lakhs ആണ്. ഇത്തരത്തിലുള്ള കുറ്റവാളിയെ ഒളിച്ചു വയ്ക്കുന്നതിന് അഭയം നൽകുന്നതും കുറ്റവാളിയുടെ പങ്കാളിയാണെങ്കിൽ ഈ വകുപ്പ് ബാധകമാകുന്നില്ല. കാരണം അയാൾക്ക് ആൾറെഡി ആ ഒരു കുറ്റകൃത്യം ഉണ്ടല്ലോ, അതുകൊണ്ട്.
111 6ഉം 7ഉം കൂടെ ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ സംഘടിത കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച വസ്തു കൈവശം വച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ 3 വർഷം കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്ന, അതുകൂടാതെ 2 ലക്ഷം രൂപയാണ്. അതൊന്ന് പഠിച്ചോണേ. 2 ലക്ഷം രൂപയാണ് പിഴ. 111 ഒരു സംഘടിത കുറ്റകൃത്യം സിൻഡിക്കേറ്റിലെ അംഗത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാൾ തൃപ്തികരമായി കണക്ക് ബോധിപ്പിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വസ്തു ഏതെങ്കിലും സമയത്ത് കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കാവുന്ന കുറ്റകൃത്യം. അപ്പോൾ സിൻഡിക്കേറ്റിലുള്ള അംഗത്തിന് വേണ്ടി വേറൊരാൾ ചെയ്യുന്ന കുറ്റകൃത്യം 111 വരും. 3 വർഷം ടു 10 വർഷം. പിന്നെ അതിൽ 1 ലക്ഷം രൂപയാണ് പിഴ പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്.